ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും മൊബൈലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോയുടെ ലൈറ്റ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ല പ്രകാശം കിട്ടാനും ഒക്കെ നമ്മൾ റിംഗ് ലൈറ്റ് ഉപയോഗിക്കാറില്ലേ? അത്തരം ഒരു റിംഗ് ലൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ്. 18 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. BD460D എന്ന് പറഞ്ഞൊരു മെഷർമെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, മോഡലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ സൈസ് വരുന്നത് 46 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 18 ഇഞ്ചാണ് വരുന്നത്. നല്ല സൈസിലുള്ള റിംഗ് ലൈറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. 18 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു നെക്കും കൂടെ വരുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ കൂടെ ഉള്ളത് USB ചാർജർ അല്ല വരുന്നത്, സാധാ 2 പിന്നും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള നമ്മളെ പിന്നുമാണ് വരുന്നത്. 3 മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇവിടെയാണ് വരുന്നത് 1, 2, 3 മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പിന്ന് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ചും വരുന്നുണ്ട്, ഓണും ഓഫിനും ഇല്ല. മെയ്ഡ് ഇൻ ചൈനയാണ്. എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇതിനെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ആൻഡ്രോയിഡ് ടിവിൻ്റെ റിമോട്ട് പോലത്തെ റിമോട്ടൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. സാധാ ബാറ്ററി തന്നെയാണ് നമുക്ക് ഇതിൽ ഇടേണ്ടത്. നോക്കാം അല്ലേ? ഫുൾ ബ്രൈറ്റ്നെസ്സിലാണ് നിൽക്കുന്നത് തോന്നുന്നു. ഇങ്ങനെ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ വീഡിയോയിൽ എഫക്റ്റ് ചെയ്യുക. ലൈറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിക്കും അല്ലേ? റിമോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഇതിൽ റെഡ് കളർ സ്വിച്ച് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അത് നമുക്ക് വേറെ സ്ലീപ്പ് മോഡായിരിക്കാം, നമുക്ക് നോക്കാം. ലൈറ്റ് ഡിമ്മായിട്ടുണ്ട്. പിന്നെ സാധാ ഓണും ഓഫാണ് വരുന്നത്. ഓഫായി സ്റ്റോണായി. പിന്നെ സെൻറ്ററിൽ ഒരു ലൈറ്റ് ബട്ടൺ ഉണ്ട്, അത് ബ്രൈറ്റ്നെസ്സിൻ്റെതാണ്. നമ്മൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. പിന്നെ നാവിഗേഷൻ സ്വിച്ച് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് ബ്രൈറ്റ്നസ് കൂടുന്നു, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറയുന്നു. ടോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുന്നു. ആ ഒരു നാവിഗേഷൻ ബാർ പോലെ വരുന്നുണ്ട്. 4 സ്വിച്ചിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ്, ലൈറ്റ് കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനുള്ളത് തന്നെയാണ്. പിന്നെ ഓക്സിലറി എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ റിമോട്ടിൽ. ഓക്സിലറിയിൽ നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓക്സിലറിയിൽ ഒരു സെറ്റ് ഇതാണ്. അടുത്തെന്താ നോക്കാം. രണ്ടോ മൂന്നോ സെക്കൻഡ് ബ്രൈറ്റ് ആയി നിൽക്കും, പിന്നെ ഒന്ന് ഓഫാവും, പിന്നെ ഒന്ന് ഓണാവും, പിന്നെ ഒന്ന് ഓഫാവും. ആ രീതിയിലാണ് രണ്ടാമത്തെ സെറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നോക്കാം. ഉണ്ടല്ലോ, എൻ്റെ മുഖത്ത് നിങ്ങളെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ടല്ലോ. ഇനി അടുത്ത് നോക്കാം. വാം ലൈറ്റും പ്ലെയിൻ ലൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഇത് സാധാ ഹൈ ബ്രൈറ്റ് ആണ്, കണ്ണിലേക്ക് കുത്തുന്നുണ്ട്. സാധാ നമ്മൾ ഫസ്റ്റിലേക്ക് തന്നെ വന്നു. പിന്നെ വരുന്ന CT മൈനസ് CT പ്ലസും വരുന്നുണ്ട്. CT മൈനസ് എന്നാണ് നോക്കാം നമുക്ക്. CT മൈനസ് എന്ന് പറഞ്ഞാൽ വാം ലൈറ്റിലേക്ക് പോകുന്നതാണ്. അതുപോലെ CT പ്ലസ് പറഞ്ഞാൽ ബ്രൈറ്റിലേക്ക് വരുന്നതാണല്ലേ. വാം ലൈറ്റ് പോയിട്ട് ബ്രൈറ്റിലേക്ക് വരുന്നതാണ്. പിന്നെ സെക്ഷനാണ് വരുന്നത്. ഈ സെക്ഷനിൽ വരുന്നത് എങ്ങനെ നോക്കാം. സാധാ പ്ലെയിൻ ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ വാം ലൈറ്റാണ് വരുന്നത്. ഈ ഹൈ ലൈറ്റും കൂടെ വരുന്നുണ്ട് സെക്ഷനിൽ, ആണല്ലേ. വാം ലൈറ്റും ഒരു ഡിം ലൈറ്റും വരുന്നുണ്ട്, പിന്നെ ഹൈ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ലൈറ്റും വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു റിമോട്ടിലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ടല്ല, ഡയറക്റ്റ് കടയിൽ പോയി മേടിച്ചതാണ്. തിരൂർ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു ചെറിയ സൈസ് റിംഗ് ലൈറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ USB ചാർജർ ആയിരുന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വയറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വാമും പ്ലെയിൻ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ട് ഞാൻ വലുതൊന്ന് മേടിച്ചതാണ്.
ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഷോപ്പിൽ തന്നെ പോയി 1400 രൂപയാണ് ഇതിന് എനിക്ക് പ്രൈസ് അവർ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ 1800 റേഞ്ചിൽ ആവും. ഞാൻ സ്റ്റാൻഡ് ഇല്ലാതെ റിംഗ് ലൈറ്റ് മാത്രമാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊരു വീഡിയോ ക്രിയേറ്റർക്കും ഇങ്ങനത്തെ ഒരു റിംഗ് ലൈറ്റ് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മളെ ഫേസൊക്കെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോയിൽ ക്വാളിറ്റിയോടെ കിട്ടും. നമ്മളെ വീഡിയോയ്ക്കും ക്വാളിറ്റി കൂടും. അപ്പോൾ ഇനി മുതൽ ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ റിംഗ് ലൈറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് വരുന്നത് 1400 രൂപയാണ്. വിത്ത് സ്റ്റാൻഡ് വരികയാണെങ്കിൽ 1800, അതായത് 2000-ൻ്റെ താഴെ ആയിട്ടാണ് പ്രൈസ് വരുന്നത്. ഓൺലൈനൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയില്ല, പ്രൊഡക്റ്റ് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അതിനേക്കാളും നല്ല ഡയറക്റ്റായിട്ട് പോയി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് തിരൂർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി ചെക്ക് ചെയ്ത ശേഷം മാത്രം പ്രൊഡക്റ്റ് മേടിക്കുക. ഓൺലൈനായിട്ട് വാങ്ങുന്ന സാധനങ്ങൾ എപ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.